അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹരിതം റിയാദ് വാട്സപ്പ് ഗ്രൂപ്പിലെ ഇന്നത്തെ സീതി സാഹിബ് അനുസ്മരണ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സൗദി KMCC ദേശീയ കമ്മിറ്റി അംഗം ഉസ്മാൻ അലി സാഹിബ്, ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന ഷൗക്കത്ത് പാലപ്പള്ളി, ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച എന്റെ നാട്ടുകാരൻ പ്രിയങ്കരനായിട്ടുള്ള നാസർ മംഗലത്ത്, നന്ദി പറയുന്ന കുഞ്ഞഹമ്മദ് കായണ്ണ ഉൾപ്പെടെ KMCCയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ, ഭാരവാഹികൾ, അനുഭാവികൾ, സ്നേഹജനങ്ങൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഹരിതം റിയാദ് വാട്സപ്പ് ഗ്രൂപ്പ് മുസ്ലിം ലീഗിന്റെ ആശയപ്രചരണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന മഹാമനീഷികളായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ അനുസ്മരിക്കുന്ന ആ അനുസ്മരണ ചടങ്ങുകളിൽ നിന്ന് ഉൾക്കൊണ്ട പ്രചോദനം സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ ഗമനത്തിനു വേണ്ടി അർത്ഥപൂർണമായിട്ട് ഉപയോഗിക്കുന്ന വളരെ ടിപ്പിക്കലായിട്ടുള്ള, വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഇതുപോലെയുള്ള അനുസ്മരണ ചടങ്ങുകൾക്ക് പുറമെ മൗലികമായിട്ടുള്ള ചർച്ചകളാലും സംവാദങ്ങളാലും സമ്പന്നമാണ് ഈ ഗ്രൂപ്പ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അഭിവന്ദ്യനായ KMCD സാഹിബിന്റെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന ദിവസമാണ് ഏപ്രിൽ മാസം 17. 1961 ഏപ്രിൽ മാസം 17 കേരള സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറായിരിക്കെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക വസതിയായ തിരുവനന്തപുരത്തെ സർക്കാർ മന്ദിരമായ സാനഡുവിൽ വെച്ച് ഹൃദയാഘാതം വന്ന് KMCD സാഹിബ് ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്നത്. 1956 ഐക്യ കേരളം നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ CD സാഹിബിന് മത്സരിക്കാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിന്റെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് താനൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന 27-കാരനായ CH മുഹമ്മദ് കോയ സാഹിബ് അന്ന് പാർലമെന്ററി പാർട്ടി ലീഡറായത് ഒന്നാമത്തെ നിയമസഭയിൽ. KMCD സാഹിബ് ധന്യമായ ഒരു ജീവിതത്തിനുടമയാണ്. മഹാന്മാരുടെ ജീവിതം ചരിത്രത്തിന്റെ ഭാഗമാണ്. അവരുടെ കാലഘട്ടത്തിന്റെ ചരിത്രം തന്നെയായിരിക്കും അവരുടെ ജീവിതവും. അത്തരമൊരു മഹാപുരുഷനാണ് CD സാഹിബ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിനെ സാമൂഹ്യ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും അതുവഴി അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് ലക്ഷ്യബോധമുണ്ടാക്കി കൊടുക്കുവാനും യാഥാർത്ഥ്യബോധത്തോടുകൂടി ജനാധിപത്യത്തിന്റെയും ആധുനിക രാഷ്ട്രമൂല്യങ്ങളുടെയും വഴിയിൽ മുന്നോട്ടു പോകാനും വെളിച്ചം വിതറിയ വലിയ യുഗപ്രഭാവനായ നേതാവായിരുന്നു KMCD സാഹിബ്. അദ്ദേഹത്തിന്റെ ജന്മം തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഭാഗധേയം നിർണയിക്കുവാൻ വേണ്ടിയായിരുന്നോ എന്ന് തോന്നിപ്പോകുന്ന സവിശേഷമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് CD സാഹിബ് ജനിക്കുന്നത്. 1899 ഓഗസ്റ്റ് മാസം 11-ാം തീയതി. ആ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷത, 1898 മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്നത്. ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാന ശില്പികളിൽ അഗ്രഗണ്യനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ കൊളുത്തിവെച്ച ഒരു ദീപശിഖയുണ്ടായിരുന്നു. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കവാടത്തിലൂടെ കടന്നു പോകാതെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് വിമോചനത്തിന്റെ മാർഗം സാധ്യമല്ല.
വിദ്യാഭ്യാസപരമായിട്ടുള്ള ഔന്നിത്യം സാക്ഷാത്കരിച്ചതിന് ശേഷമാകണം അവരുടെ രാഷ്ട്രീയ സംഘടനത്തെക്കുറിച്ച് ആലോചിക്കാൻ എന്നതായിരുന്നു മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ദീർഘദർശനം ചെയ്ത സൈദ്ധാന്തിക പരിപ്രേക്ഷ്യം. അതനുസരിച്ചാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം 1857 നടന്നതിന് ശേഷം ഇന്ത്യൻ മുസ്ലിങ്ങളെ തെര്യപ്പെടുത്താൻ ശ്രമിച്ചത്. ബ്രിട്ടന്റെ ശത്രുപട്ടികയിൽ ഒന്നാമത് മുസ്ലിങ്ങൾ വരികയും ഭൂരിപക്ഷ മതവിശ്വാസമായ ഹിന്ദു സമൂഹത്തിലെ വർഗീയവാദികളെ കൂടെ നിർത്തിയാണ് ന്യൂനപക്ഷ സമൂഹത്തിലെ ഏറ്റവും പ്രബലരായിട്ടുള്ള മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചത്. ആ കാലഘട്ടത്തെ മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രയാസനിർഭരമായിട്ടുള്ള ഒരു കാലത്താണ് സീതി സാഹിബിന്റെ ജനനം. 1906 സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി പിറക്കുന്നത്. അതിനു മുമ്പ് ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേരുപിടിക്കാൻ ഇന്ത്യയിൽ അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനേറ്റവും പ്രധാനപ്പെട്ട കാരണം ആജാനുബഹുവായ സർ സയ്യിദിന്റെ ചിന്തകൾ ക്രമാനുഗതമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും മുസ്ലിം ജനജീവിതത്തെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ ശക്തമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ സാർവത്രികമായിട്ടുള്ള സന്ദേശം വ്യാപരിച്ചതിനു ശേഷം മാത്രമാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് ആലോചിക്കാവൂ എന്നായിരുന്നു സർ സയ്യിദിന്റെ ചിന്താഗതി. സർ സയ്യിദിന്റെ ജീവിത അവസാന കാലത്ത് ഇന്ത്യക്കാർക്ക് സ്വയംഭരണാധികാരം നൽകുന്നതിനെക്കുറിച്ചും പരിമിതമായിട്ടുള്ള അധികാരാവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചും ബ്രിട്ടൻ ഗൗരവമായിട്ടുള്ള ചർച്ച തുടങ്ങിയിരുന്നു. ജനാധിപത്യപരമായിട്ടുള്ള ചില പരിശീലനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ കൌൺസിൽ ആക്ട് രൂപപ്പെടുന്നതിന് മുമ്പുള്ള ഒട്ടേറെ ഘട്ടങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിന്നിട്ടിട്ടുണ്ടായിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ രാഷ്ട്രീയമാവാം എന്ന് സർ സയ്യിദിന് തിരിച്ചറിവുണ്ടായെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം അതിനുവേണ്ടി ബാക്കിയായില്ല. അതുകൊണ്ട് സർ സയ്യിദിന്റെ സതീർത്ഥ്യരാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യയിൽ സ്ഥാപിച്ചെടുത്തത്. ആ ഒരു കാലഘട്ടം സിരി സാഹിബിന്റെ ശൈശവകാലത്തോട് ചേർത്തു വെക്കണം. സിരി സാഹിബ് ജനിച്ചത് മധ്യ കേരളത്തിലെ കൊടുങ്ങല്ലൂരിലെ അഴീക്കൊട്ട പുരാതനമായിട്ടുള്ള നമ്പൂരി മഠം തറവാട്ടിലാണ്. കേരളത്തിലെ നവോത്ഥാന പരിഷ്കരണ പ്രവർത്തനത്തിന്റെ സ്കൂൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. അതിനുമപ്പുറം ചരിത്രത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ എന്ന് മഹാഭൂരിഭാഗം ചരിത്രകാരന്മാരും വിശ്വസിച്ചു പോരുന്ന ഇസ്ലാമിക പ്രബോധക സംഘത്തിന്റെ കടന്നുവരവുണ്ടായ പ്രദേശമാണ് കൊടുങ്ങല്ലൂർ. അവിടെ നിന്ന് കൊളുത്തിയ ജ്ഞാനത്തിന്റെയും ആത്മപ്രകാശത്തിന്റെയും വിളക്കുകളാണ് കേരളത്തിന്റെ തീരദേശങ്ങളിൽ ഏറ്റവും പുരാതന കാലത്ത് ഉയർന്നു വന്ന മസ്ജിദുകൾ. ആ മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് മാലിക് ബിൻ ദീനാറും മക്കളും സഹോദരങ്ങളുമാണ് കേരളീയ മുസ്ലിം സംസ്കൃതി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചത്. തീരദേശങ്ങളിൽ നിന്ന് ഉൾനാടുകളിലേക്കുള്ള മുസ്ലിം ജീവിതത്തിന്റെ പറിച്ചുനടൽ പിന്നീട് സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളുടെ ഭാഗമായി നടന്നതാണ്. കൊടുങ്ങല്ലൂരിൽ അങ്ങനെ ഒട്ടേറെ പഴമയും പാരമ്പര്യവും അയവിറക്കാനുണ്ട്. അതുകൊണ്ടാവണം സിരി സാഹിബിന്റെ തറവാട്, സിരി സാഹിബിന്റെ പൂർവ്വപിതാക്കൾ വക്രതയില്ലാത്ത സാമൂഹ്യ സംസ്കരണ നവീകരണ ചിന്തയുടെ പക്ഷത്താണ് എല്ലാ കാലത്തും നിലയുറപ്പിച്ചത്. ബാപ്പയും വല്ലിപ്പയും ആ മാർഗത്തിൽ തന്നെയാണ് ജീവിച്ചത്. സിരി സാഹിബിന്റെ പിതാവ് സിരി മുഹമ്മദ് ഹാജി മഹാനായ സനാ ഉള്ള മഹദി തങ്ങളുടെയും ചരിത്രപുരുഷനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയും കെ എം മൗലവിയുടെയും ഇ കെ മൗലവിയുടെയും ഒക്കെ സതീർത്ഥ്യനായി അവരോട് സഹവസിച്ച് അവരനുധാവനം ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചിട്ടുള്ള മഹാമനീഷിയായിരുന്നു. കേരള മുസ്ലിം ഐക്യസംഘം എന്ന 20ാം നൂറ്റാണ്ടിന്റെ 2ാം ദശകത്തിൽ രൂപം കൊണ്ട മതനവീകരണ സംഘത്തിന്റെ നെടുംതൂണായിരുന്നു സിരി സാഹിബിന്റെ പിതാവ് സിരി മുഹമ്മദ് ഹാജി. ആ പ്രദേശത്തെ ധനാഢ്യനും ആ പ്രദേശത്തെ പൗരപ്രമുഖനും മതരാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിറഞ്ഞ സാന്നിധ്യവുമായിരുന്നു സിരി മുഹമ്മദ് ഹാജി. അദ്ദേഹത്തിന്റെയും പടിയത്ത് ഫാത്തിമയുടെയും മൂത്ത പുത്രനായിട്ടാണ് സിരി സാഹിബ് ജനിക്കുന്നത്. നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് രക്ഷിതാക്കൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. സിരി സാഹിബാവട്ടെ വളരെ കുട്ടിക്കാലം തൊട്ടേ
കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് നടന്ന എല്ലാ സംരംഭങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ടും നിരീക്ഷിച്ചുകൊണ്ടുമാണ് വളർന്നു വന്നത്. 8 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഖുർആൻ അഗാധമായിട്ട് പഠിക്കാൻ ശ്രമിച്ചു സിരി സാഹിബ്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പ്രീ പ്രൈമറി കാലത്ത് തന്നെ വീട്ടുവളപ്പിലെ ചകിരിപ്പുരയിൽ ഒരു നെടുമ്പുരയിൽ ഹരിഹരയ്യർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വിദ്വാനെ കൊണ്ടുവന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ബാപ്പ ശ്രമിച്ചു. ശ്രീമോൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനെ കൊണ്ടുവന്ന് മലയാളം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അന്ന് സിരി സാഹിബിന്റെ സതീർത്ഥ്യനും കൂട്ടുകാരനുമെല്ലാമായിരുന്നത് കേരളത്തിന്റെ വീരപുത്രൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന മഹാനായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. അവരൊന്നിച്ചാണ് പ്രീ പ്രൈമറി. പിന്നീട് സിരി സാഹിബിന്റെ ബാപ്പ തന്നെ സ്ഥാപിച്ചിട്ടുള്ള അഴീക്കോട്ട പ്രൈമറി സ്കൂളിലായിരുന്നു അവരുടെ പ്രാഥമിക പഠനം. 1ാം ക്ലാസ്സിലെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ 1ാമത്തെ പേര് സിരി സാഹിബിന്റെയും 4ാമത്തെ പേര് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റേതുമായിരുന്നു. BS കേരളീയൻ അതേക്കുറിച്ച് പറയുന്നു, അവർ ഒന്നിച്ചൊരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു. ഇരുവരിൽ കൂടിയും നിപുണമായ ജീവിതം ഉയർന്നു വന്നു. പഴയ സതീർത്ഥ്യന്മാർ അനന്തരകാലത്ത് 2 വഴിക്ക് തിരിഞ്ഞു. അത് വേറെ കഥയാണ്. ഒരാൾ ദേശീയ രാഷ്ട്രീയത്തിന്റെയും മറ്റേയാൾ മുസ്ലിം രാഷ്ട്രീയത്തിന്റെയും മാർഗത്തിലേക്ക് പോയത് അവരവർ ജീവിച്ചു വളർന്ന ചിന്താഗതിയുടെയും ദർശനത്തിന്റെയും സാഹചര്യത്തിന്റെയും സ്വാധീനം കൊണ്ടാവണം. അങ്ങനെ പ്രൈമറി പഠനം കഴിഞ്ഞ് കൊടുങ്ങല്ലൂരിൽ തന്നെ അപ്പർ പ്രൈമറിയും ഹൈസ്കൂൾ പഠനവും സിരി സാഹിബ് നിർവഹിച്ചതിനു ശേഷം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അക്കാലത്ത് ഉപരിപഠനത്തിന് പലരും മതപഠനത്തിനും ഉപരിപഠനത്തിനുമെല്ലാം പോകുന്നത് മദ്രാസിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കുമാണ്. സിരി സാഹിബ് ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി. ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ സിരി സാഹിബ് തന്റെ പ്രതിഭ തെളിയിച്ച അനിതര സാധാരണമായിട്ടുള്ള വ്യക്തിവൈശിഷ്ട്യം നിറഞ്ഞ ഒരു വിദ്യാർത്ഥിയായിരുന്നു. 1917 സ്കൂൾ ഫൈനൽ വിദ്യാർത്ഥി ഹൈസ്കൂളിൽ ആയിരിക്കെ വാണിയമ്പാടിയിൽ ചേർന്ന ദക്ഷിണേന്ത്യാ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അതൊരു വലിയ അംഗീകാരമായിരുന്നു. ഹൈസ്കൂൾ പഠനം കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തെ ഇന്റർമീഡിയറ്റിന് ഇന്നത്തെ +1 പ്രായത്തിൽ ചേർത്തത് എറണാകുളം മഹാരാജാസ് കോളേജിലാണ്. ഒരു ദേശീയവാദിയും രാജ്യസ്നേഹ പ്രചോദിതനുമായിരുന്ന CD മുഹമ്മദ് ഹാജി കുട്ടികൾ ഖദർ വസ്ത്രം ധരിക്കണമെന്നും സിരി സാഹിബിന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ കഫം പുടവ പോലും ഖദറിലാവണമെന്ന് നിർബന്ധം പിടിച്ച, പിൽക്കാലത്ത് സിരി സാഹിബിന്റെ വിവാഹ ദിവസം പുതിയാപ്പളപ്പുടവ ഖദറിലാവണമെന്ന് നിർബന്ധം പിടിച്ച നേതാവായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന കുടുംബമായിരുന്നു അവരുടേത്. അങ്ങനെ മഹാരാജാസ് കോളേജിലേക്ക് അരക്കയ്യൻ ഖദറിന്റെ ബനിയനും നിര്യാണിക്കുമീതെയുള്ള ഒറ്റമുണ്ട് ഖദർ തുണിയും എടുത്താണ് സിരി സാഹിബ് പോയത്. വളരെ ധനാഢ്യന്മാരായ കുലീനന്മാരായ കുടുംബാംഗങ്ങളിലെ മക്കൾ പഠിക്കുന്ന മഹാരാജാസിൽ സിരി സാഹിബ് ഒരു കൗതുക കാഴ്ചയായിരുന്നു. പക്ഷെ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയാണെന്ന് എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കാൻ സിരി സാഹിബിന് സാധിച്ചു. ഇന്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ തന്നെ ദേശീയ ബോധം പതുക്കെ ആ മനസ്സിൽ കരുപ്പിടിക്കാൻ തുടങ്ങിയിരുന്നു. ക്ലാസ് മുറികളിൽ വെച്ച് അധ്യാപകന്മാരോട്, പലപ്പോഴും ബ്രിട്ടീഷ് പക്ഷപാതികളായിട്ടുള്ള അധ്യാപകന്മാരോട് പരസ്യമായി തർക്കിക്കുന്ന സിരി സാഹിബിലെ വിപ്ലവ നായകൻ ജന്മം കൊണ്ടിരുന്നു ഇന്റർമീഡിയറ്റ് പഠനകാലത്ത് തന്നെ. അക്കാലത്ത് ചെറുപ്പക്കാരെല്ലാം ഉപരിപഠനത്തിന് മദ്രാസിലേക്ക് പോകാൻ തീരുമാനിച്ചതുപോലെ സിരി സാഹിബ് മദ്രാസിലേക്ക് പോകാൻ പുറപ്പെട്ടതാണ്. അവിടെ പ്രവേശനം നേടിയതാണ്, വളരെ പ്രമാദമായ ഒരു കോളേജിൽ. പക്ഷേ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സിരി സാഹിബിന്റെ കർമ്മനിയോഗം ഇവിടെയാണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ തിരുവിതാംകൂറിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജിൽ, ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ BA ചരിത്രത്തിൽ സിരി സാഹിബിനെ ചേർത്തു പഠിപ്പിച്ചു. സിരി സാഹിബിന്റെ താമസ സ്ഥലം വന്ന് തിരുവനന്തപുരത്തെ മുസ്ലിം ഹോസ്റ്റലാണ്. വളരെ ഉയർന്ന ബ്യൂറോക്രാറ്റുകളായിട്ടുള്ള മുസ്ലിങ്ങൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ, പണ്ഡിതന്മാർ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സതീർത്ഥ്യന്മാരായിട്ടുള്ള ആളുകളെല്ലാം ചേക്കേറുന്ന ബുദ്ധിജീവികളുടെ ഒരു സങ്കേതമായിരുന്നു മുസ്ലിം ഹോസ്റ്റൽ. തിരുകൊച്ചിയിലാകെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയും സഹപ്രവർത്തകന്മാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മത സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും നടത്തിപ്പിലും അതിന്റെ പരിപാലനത്തിലുമെല്ലാം സസൂക്ഷ്മം സിരി സാഹിബിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് സിരി സാഹിബിന്റെ ജീവചരിത്രം പഠിച്ചാൽ നമുക്ക് ബോധ്യമാകും. അങ്ങനെ മതവിജ്ഞാനീയത്തിലും ഭൗതിക ജ്ഞാനത്തിലും ആഴമേറിയ അഗാധമായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കിയ ഒരു വളരെ ചെറുപ്പത്തിലെ സിരി സാഹിബിന്റെ ബാപ്പ അദ്ദേഹത്തെ പരിശീലിപ്പിച്ച ഒരു ശീലമുണ്ട്.
ബാപ്പ ഇംഗ്ലീഷ് ഭാഷയിൽ അത്ര പരിജ്ഞാനമില്ലാത്തയാളാണെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇംഗ്ലീഷ് പത്രങ്ങളും വാരികകളും കൊണ്ടുവരുമായിരുന്നു അത്രേ. രാത്രി വീട്ടിലെത്തിയാൽ സീതി സാഹിബിനെ കൊണ്ട് ഇതെല്ലാം വായിപ്പിച്ച്, പരസ്യശകലങ്ങൾ പോലും വായിപ്പിച്ച് അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്താൻ സീതി സാഹിബിനോട് ആവശ്യപ്പെട്ടിരുന്നു. സീതി സാഹിബിന് ഇതൊരു കഠിന പ്രയത്നമായിരുന്നു ആദ്യകാലത്ത്. പക്ഷെ അയത്നലളിതമായി ഏത് ഇംഗ്ലീഷ് ശകലങ്ങളും മലയാളത്തിലേക്ക് മനോഹരമായിട്ട് ഭാഷാന്തരം ചെയ്യാൻ സാധിച്ചിരുന്ന സീതി സാഹിബ് നല്ല മെയ്വഴക്കത്തോടുകൂടി അത് പരിഭാഷപ്പെടുത്തുന്നതിൽ നിപുണനായി. ചില സന്ദർഭങ്ങളിൽ ബാപ്പ വീട്ടിലേക്ക് വരുന്ന സമയത്ത് സീതി സാഹിബ് ഉറങ്ങിപ്പോകുമായിരുന്നുവത്രേ. ആത്മകഥാപരമായിട്ടുള്ള സീതി സാഹിബിന്റെ ഒരു ലേഖനത്തിൽ പറയുന്നു, അങ്ങനെ ഉറങ്ങിപ്പോയാലും ബാപ്പ പതുക്കെ തലയിൽ തലോടി ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് മുഖം കഴുകി ഇത് വായിച്ച് മലയാളത്തിലേക്ക് കേട്ടതിന് ശേഷം മാത്രമാണ് ഉറങ്ങിയിരുന്നത്. സീതി സാഹിബ് പറയുന്നു, പലപ്പോഴും ഇതൊരു ദുസ്സഹമായ അനുഭവമായിട്ട് എനിക്ക് മാറി. മഹാരാജാസിലെ പഠനം കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഹോസ്റ്റലിലേക്ക് താമസം മാറ്റിയാൽ ഇതുണ്ടാവില്ലല്ലോ എന്ന് പോലും സീതി സാഹിബ് ആഗ്രഹിച്ചു അത്രേ. പക്ഷേ പിൽക്കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ബഹുഭാഷാ പണ്ഡിതനായ പരിഭാഷാ നിപുണനായ സീതി സാഹിബിനെ സംഭാവന ചെയ്തത് ചെറുപ്പകാലത്ത് ബാപ്പ ശീലിപ്പിച്ച ഈ പരിശീലനമായിരുന്നു അത്രേ. അങ്ങനെ നല്ല ഭാഷാ പാണ്ഡിത്യമൊക്കെ ഉണ്ടായിരുന്ന സീതി സാഹിബ് സ്കൂൾ പഠനകാലത്ത്, കോളേജ് പഠനകാലത്ത് തന്നെ സഹപാഠികളുടെ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറി. സ്കൂളിലെ വിശേഷ ദിവസങ്ങളിലെ പ്രഭാഷകനായിട്ട് മാറി. എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന സ്വഭാവ വൈശിഷ്ട്യത്തിനുടമയായി. ദാനശീലയും കരുണാർദ്രമായ മനസ്സുമുണ്ടായിരുന്ന ഉമ്മ ഫാത്തിമയുടെ അതേ ശീലമാണ് സീതി സാഹിബിനുണ്ടായിരുന്നതെന്ന് സീതി സാഹിബിന്റെ പേരക്കുട്ടിയായിട്ടുള്ള KM അൽത്താഫ് എഴുതിയിട്ടുള്ള നവോത്ഥാന സംസ്കൃതിയുടെ സ്പീക്കർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആ പ്രദേശത്തെ നിരാലംബരുടെയും പാവപ്പെട്ടവരുടെയും അത്താണിയായിരുന്നു സീതി സാഹിബിന്റെ ഉമ്മ എന്ന് പറയുന്നു. അങ്ങനെ സീതി സാഹിബ് ഒരു മാതൃകായോഗ്യനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായി അവിടെ ജീവിക്കുമ്പോഴാണ് അദ്ദേഹം അടയാളപ്പെടുത്തിയ കുറേയേറെ ചരിത്ര മുഹൂർത്തങ്ങൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ, സാബാൻകുട്ടി സാഹിബിന്റെ ജീവചരിത്രത്തിലും സീതി സാഹിബിനെ വിവരിക്കുന്നിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഗൗരി ശങ്കർ മിശ്ര എന്ന് പറയുന്ന ഒരു ഉത്തരേന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാവ് ലോ കോളേജിൽ യാദൃശ്ചികമായിട്ടൊരു പരിപാടിക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം സീതി സാഹിബിന് പരിഭാഷപ്പെടുത്താൻ അവസരം കിട്ടി. സീതി സാഹിബിന്റെ അന്നത്തെ പ്രസംഗത്തിന്റെ വിവർത്തനം അന്യാദൃശ്യമായ വാഗ്ധോരണിയായിരുന്നു. മികച്ച പ്രസംഗ പാടവത്തിന്റെ മാതൃകയായിരുന്നു അത്ര അദ്ദേഹത്തിന്റെ പരിഭാഷ. അതുകൊണ്ടായിരിക്കണം 1925 സീതി സാഹിബ് BA പഠനത്തിന് ശേഷം നിയമപഠനം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ 26ാമത്തെ വയസ്സിൽ ഗാന്ധിജി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ആംഗലേയ സാഹിത്യത്തിലെ കവിയായിട്ടുള്ള S.T. കോളറിഡ്ജിന്റെ ആൻഷ്യൻ മറൈനർ എന്ന കവിതയിലെ വാട്ടർ വാട്ടർ എവരിവെയർ നോർ എനി ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന കവിതാശകലം വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാനില്ലത്ര എന്ന് മൊഴിമാറ്റം ചെയ്ത സീതി സാഹിബിന്റെ ഭാഷാ വഴക്കത്തെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങളുണ്ട്. ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിനിടെ ഒരു വേള ഗാന്ധി സീതി സാഹിബിനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു അത്രേ. സദസ്സിന്റെ കൗതുകവും പ്രതികരണവും കണ്ടുകൊണ്ടാണത്രേ ഗാന്ധി അങ്ങനെ ചെയ്തത്. മാത്രമല്ല, പ്രസംഗം അവസാനിപ്പിച്ചപ്പോ പര്യടനത്തിൽ അവശേഷിക്കുന്ന കേന്ദ്രങ്ങളിലെ പ്രസംഗം കൂടി സീതി നിർവഹിച്ചാൽ മതി എന്ന് ഗാന്ധി അഭിപ്രായപ്പെട്ടു അത്രേ. അതുപോലെ 1941 മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ ശ്രദ്ധേയമായ സമ്മേളനം കോഴിക്കോട്ട് വെച്ച് നടന്നു. തെക്ക് ഭാഗത്തു നിന്നും വടക്ക് ഭാഗത്തു നിന്നും സ്പെഷ്യൽ ട്രെയിനുകളിലാണ് അന്ന് ലീഗിന്റെ പ്രവർത്തകന്മാർ മലബാറിലേക്ക് എത്തിയിരുന്നത്. ദക്ഷിണേന്ത്യയിൽ മുസ്ലിം ലീഗ് ഒരു വലിയ ബഹുജന പ്രസ്ഥാനമായിട്ട് മാറിയെന്ന പ്രഖ്യാപനമായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് കോഴിക്കോട്ട് നടന്ന മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ സമ്മേളനം. ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് അവിഭക്ത ബംഗാളിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മൗലവി ഫസക് സാഹിബിന്റെ ഏതാണ്ട് 2 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രസംഗം മഗ്‌രിബ് നമസ്കാരാനന്തരം അത്രയും സമയമെടുത്ത് സീതി സാഹിബ് പരിഭാഷപ്പെടുത്തിയത് അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അതുപോലെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയും സർവ്വേന്ത്യ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന നവാബ് ലിയാഖത്ത് അലി ഖാൻ സാഹിബിന്റെ ഇന്ത്യ യാത്ര നടക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യ യാത്രയുടെ ഉദ്ദേശം ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകണമെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ സമസ്ത പ്രശ്നങ്ങളും പരിഹരിക്കണം
എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അങ്ങനെ മലബാറിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ലിയാഖത്ത് അലി ഖാൻ സാഹിബിന് സ്വീകരണം കൊടുത്ത ആ പ്രോഗ്രാമിൽ കോഴിക്കോട്ട് വലിയൊരു സ്വീകരണം നൽകി. ലിയാഖത്ത് അലി ഖാൻ സാഹിബിന്റെ ഇംഗ്ലീഷ് പ്രസംഗം സീതി സാഹിബാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അവിടെ സദസ്സിനെ അമ്പരപ്പിച്ച ഒരു സംഭവമുണ്ടായി. ലിയാഖത്ത് അലി ഖാൻ സാഹിബിന്റെ പ്രസംഗത്തിലെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: വിത്തൌട്ട് ലീസ്റ്റ് ഫിയർ ഓഫ് കോൺട്രഡിക്ഷൻ I tell you that India is not going to see the shadow of independence unless the demands of the Muslims are considered. Without the least fear of contradiction എന്നാണ് സെന്റൻസിന്റെ ആരംഭം. ഒരു തർക്കവുമില്ലാതെ ഞാൻ പറയട്ടെ എന്ന നാടൻ വാമൊഴിയിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണത്. ഒരു തർക്കത്തിനും അവസരമില്ലാതെ ഞാൻ പറയട്ടെയോ എന്നാണ്. സിരി സാഹിബ് അത് മലയാളത്തിൽ മൊഴിമാറ്റം നടത്തിയത് ഖണ്ഡന ബയലേശമന്യേ എന്നാണ്. ഖണ്ഡന ബയലേശമന്യേ എന്ന പ്രയോഗം സംസ്കൃത പണ്ഡിറ്റുകൾക്ക് പോലും വളരെ പെട്ടെന്ന് ഗ്രാഹ്യമാവാത്ത ശുദ്ധ മലയാളമായിരുന്നു എന്ന് പിൽക്കാലത്ത് സാഹിത്യകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് മോർ എന്ന് ലിയാഖത്ത് അലി ഖാൻ ഇടയ്ക്കിടെ പ്രയോഗിച്ചിരുന്നു. അപ്പൊ അതിന് സിരി സാഹിബ് നൽകിയിട്ടുള്ള മലയാള പരിഭാഷ അതുമാത്രമോ എന്നായിരുന്നു. അങ്ങനെ പരിഭാഷ സംബന്ധിച്ച പെരുമ ധാരാളം സിരി സാഹിബിനെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ അതിൽ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. 1939 ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കെ ബ്രിട്ടൻ ഉൾപ്പെട്ട സഖ്യസേനക്ക് യുദ്ധഫണ്ട് പിരിക്കാൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വ്യാപകമായിട്ടുള്ള പരിശ്രമം നടത്തി. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോവിൻസായ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള മദ്രാസ് സംസ്ഥാനത്തിന്റെ, അന്നത്തെ മദ്രാസ് സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രയുടെ ദക്ഷിണഭാഗവും കർണാടകയുടെ നല്ലൊരു പോർഷനും കേരളത്തിന്റെ മലബാറും ഇന്നത്തെ തമിഴ്നാട് ഭൂപ്രദേശവും ഒക്കെ ഉൾപ്പെട്ട വിശാലമായ ഒരു ഭൂപ്രദേശമാണ് മദ്രാസ് സ്റ്റേറ്റ്. മദ്രാസ് സ്റ്റേറ്റിന്റെ ഗവർണർ മിസ്റ്റർ സർ ആർതർ ഹോപ്പ് തലശ്ശേരി സന്ദർശിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. യുദ്ധഫണ്ട് പിരിക്കലായിരുന്നു ലക്ഷ്യം. തലശ്ശേരി ടൗൺ ഹാളിൽ ഗവർണർ വരുമ്പോ ഗവർണറുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ അന്നത്തെ കലക്ടർ, മലബാർ ജില്ലാ കലക്ടർ മിസ്റ്റർ വില്യംസ് സിരി സാഹിബിനെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. സബ് കലക്ടറായിട്ടുള്ള രാമകൃഷ്ണറാവു ICSനെ സിരി സാഹിബിന്റെ വക്കീൽ ആഫീസിലേക്ക് പറഞ്ഞുവിട്ടു. സബ് കലക്ടർ വന്നിട്ട് സിരി സാഹിബിനോട് കലക്ടർക്ക് വേണ്ടി അഭ്യർത്ഥിച്ചു, അങ്ങ് ഗവർണറുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തണം എന്നാണ് താല്പര്യം, ഗവൺമെന്റിന്റെ താല്പര്യം. അപ്പോ യുദ്ധഫണ്ട് പിരിക്കുന്നതിന് മുസ്ലിം ലീഗ് പാർട്ടി എതിരായിരുന്നു. സിരി സാഹിബ് തുറന്നടിച്ചു പറഞ്ഞു, പ്രഭാഷകനോ പരിഭാഷകനോ ആയി ടൗൺ ഹാളിലെ പരിപാടിയിൽ സംബന്ധിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ പാർട്ടി യുദ്ധഫണ്ട് കലക്ഷനെതിരാണ്, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു. 1928 നിയമപഠനം പൂർത്തിയാക്കി എറണാകുളത്താണ് അഭിഭാഷകനായിട്ട് സിരി സാഹിബ് പ്രാക്ടീസ് ചെയ്തത്. അന്ന് 29ാമത്തെ വയസ്സിൽ സിരി സാഹിബ് കൊച്ചി സംസ്ഥാന നിയമസഭയിലേക്ക് മുസ്ലിം മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. 1928 മുതൽ 1934 വരെ സിരി സാഹിബ് കൊച്ചി നിയമസഭാംഗമായിരുന്നു. കൊച്ചി നിയമസഭയിലും മദ്രാസ് നിയമസഭയിലും കേരള നിയമസഭയിലും അംഗമായിട്ടുള്ള ഏക മുസ്ലിം ലീഗ് നേതാവ് KM സിരി സാഹിബാണ്. 3 നിയമസഭകളിൽ പ്രാതിനിധ്യം വഹിച്ച നിയമനിർമ്മാണത്തിന്റെ എല്ലാ പഴുതുകളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച നേതാവായിരുന്നു KM സിരി സാഹിബ്. സിരി സാഹിബ് കൊച്ചി നിയമസഭയിൽ അംഗമായിരിക്കെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യക്കാർക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന്റെ ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഒരു പ്രാകൃത ഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് കൈക്കൊണ്ട എല്ലാ പാർട്ടിക്കാർക്കും പ്രാതിനിധ്യമുള്ള ഒരു കമ്മിറ്റിയായിരുന്നു നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് അച്ഛൻ നെഹ്റുവും മകൻ നെഹ്റുവും അംഗങ്ങളായിട്ട്, അച്ഛൻ നെഹ്റു ചെയർമാനും മകൻ നെഹ്റു സെക്രട്ടറി ആയിട്ടുള്ള ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ബ്രിട്ടന് സമർപ്പിച്ചപ്പോൾ അതിനകത്ത് കുറേയേറെ നിർദ്ദേശങ്ങൾ മുസ്ലിം വിരുദ്ധമായിരുന്നു. ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക മുസ്ലിം കോൺഗ്രസ് നേതാക്കന്മാരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗിലേക്ക് കടന്നുവരുന്നത്. ഒട്ടേറെ നേതാക്കന്മാരുണ്ട് ആ കൂട്ടത്തിൽ. ഒരു ഗാഫർ ഖാനും മൗലാന അബുൽ കലാം ആസാദൊക്കെ ഒഴിച്ച് തലയെടുപ്പുള്ള ഒട്ടേറെ മുസ്ലിം നേതാക്കന്മാർ അന്ന് കോൺഗ്രസിനോട് സലാം പറഞ്ഞ് മുസ്ലിം ലീഗ് പാർട്ടിയിൽ ചേരുന്ന കാലമാണ്.
സിരി സാഹിബിനെ സംബന്ധിച്ച് തന്റെ മാതൃകാ പുരുഷനായിരുന്ന, തന്നെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ സ്വാധീനിച്ച മഹാനായ KM മൗലവി കോൺഗ്രസ് നിന്ന് രാജിവെച്ച് മുസ്ലിം ലീഗിൽ ചേർന്നപ്പോൾ അതേ പാത പിന്തുടരാനാണ് സിരി സാഹിബ് ശ്രമിച്ചത്. അങ്ങനെ മുസ്ലിം രാഷ്ട്രീയ പക്ഷത്തേക്ക് കൂടുമാറുന്നു 30കളുടെ ആരംഭത്തിൽ സിരി സാഹിബ്. ഈ സമയത്താണ് സിരി സാഹിബ്, അതിനു മുമ്പാണ് സിരി സാഹിബ് കോൺഗ്രസിലായിരിക്കെ അവസാന കാലത്ത് 1929 ലാഹോറിൽ വെച്ച് നേർന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സുപ്രധാനമായ ഒരു ഘട്ടമായിരുന്നു ലാഹോറിലെ കോൺഗ്രസ് സമ്മേളനം. രാവി നദിയുടെ തീരത്ത് ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കൊച്ചി സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചു പോയ രണ്ടുപേരിൽ ഒരാൾ സിരി സാഹിബായിരുന്നു. AB സേലം എന്ന കോൺഗ്രസിന്റെ നേതാവിനൊപ്പം. അത് സിരി സാഹിബിന്റെ കുട്ടിക്കാലത്ത് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ്. അപ്പൊ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നെറുകയിലെത്തിയ ആ മനുഷ്യനാണ് പിന്നീട് മുസ്ലിം രാഷ്ട്രീയത്തിലേക്ക് കൂടുമാറുന്നത്. ഈ കാലത്ത് സിരി സാഹിബ് എറണാകുളത്ത് അഭിഭാഷക വൃത്തി, ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടുന്ന അഭിഭാഷക വൃത്തി അവസാനിപ്പിച്ചിട്ട് മറ്റൊരു ദൗത്യവുമായിട്ട് തലശ്ശേരിയിലേക്ക് പോകേണ്ടി വന്നു. അത് ദൈർഘ്യം ഭയന്ന് ഞാനത് വിശദീകരിക്കുന്നില്ല. പിന്നീട് തലശ്ശേരിയിൽ ഒരു മാതൃകാ പുരുഷനായി സിരി സാഹിബിനെ കണ്ട തലശ്ശേരിയിലെ മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം സംസ്കാരത്തിന്റെ എല്ലാ പഴമയും തുടിച്ചു നിൽക്കുന്ന തലശ്ശേരിയാണ് തന്റെ കർമ്മനിയോഗം നിർവഹിക്കേണ്ട സ്ഥലമെന്ന് മനസ്സിലാക്കിയ KM സിരി സാഹിബ് തലശ്ശേരിയോട് ആകർഷിക്കപ്പെട്ട് കുടുംബത്തിന്റെ അനുവാദം വാങ്ങി അഭിഭാഷക ജീവിതം തലശ്ശേരിയിലേക്ക് പറിച്ചു നടുകയാണ്. 1/4 നൂറ്റാണ്ടിലേറെ കാലം നീണ്ട തലശ്ശേരി വാസമാണ് ഇന്ന് കേരളീയ മുസ്ലിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളുടെയും വഴിവെട്ടിയത് എന്ന് പറയുന്നത് അതിശയോക്തിപരമല്ല. അങ്ങനെ സിരി സാഹിബ് തലശ്ശേരിയിലായിരിക്കെയാണ് സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ സന്ദേശം മലബാറിലേക്ക് കടന്നു വരുന്നത്. 1934 മലബാറിലെ നീലഗിരി മണ്ഡലത്തിൽ നിന്ന് അന്നത്തെ പാർലമെന്റിലേക്ക്, സെൻട്രൽ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ തോൽപ്പിച്ച് തലശ്ശേരിക്കാരനായ അബ്ദുസ് സത്താർ ഹാജി ഇസാഖ് സേട്ടു സാഹിബ് ജയിച്ചു. സേട്ടു സാഹിബിന്റെ ഉത്തരേന്ത്യയുമായിട്ടുള്ള ബന്ധമാണ് മലബാറിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ ഏറ്റവും ചലനാത്മകമായിട്ട് എത്തിച്ചത്. ഇത് പുതിയൊരു വെളിച്ചം തലശ്ശേരിയിൽ ശാഖാ കമ്മിറ്റി സിരി സാഹിബിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചതുപോലെ മലബാറിന്റെ മറ്റു ചില ഭാഗങ്ങളിലും ശാഖാ കമ്മിറ്റികൾ നിലവിൽ വന്നു. തമിഴ്നാട്ടിൽ മദ്രാസിൽ നേരത്തെ തന്നെ, മദ്രാസ് സംസ്ഥാനത്തിന്റെ തമിഴ്നാട് ഉൾപ്പെട്ട ഭൂപ്രദേശത്ത് അതിലും നേരത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് നടക്കാൻ ആരംഭിച്ചിരുന്നു. 1937 മലബാറിലെ 2 മണ്ഡലങ്ങളിൽ നിന്ന് മദ്രാസ് നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ്. അതിൽ കോഴിക്കോടിനടുത്ത കുറുമ്പ്രനാട് മണ്ഡലത്തിൽ നിന്ന് ഖാൻ ബഹദൂർ PM ആറ്റക്കോയത്തങ്ങൾ ജയിച്ചത് സിരി സാഹിബിന്റെ സ്ഥാനാർത്ഥിയായ, സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ B പോക്കർ സാഹിബിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു. അന്ന് ആറ്റക്കോയത്തങ്ങളുടെ വിജയത്തിന് നിദാനം അദ്ദേഹത്തിന്റെ ബന്ധുവായ എസ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ സാന്നിധ്യമായിരുന്നു. രാഷ്ട്രീയത്തിൽ തൽപരനല്ലാതിരുന്ന ബാഫഖി തങ്ങൾ കോഴിക്കോട്ടെ ഏറ്റവും വലിയ അരിക്കച്ചവടക്കാരൻ തന്റെ ബന്ധു മത്സരിച്ചപ്പോൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഏത് പാർട്ടിയുടേതാണെന്നും പരിഗണിക്കാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മാസ്മരികമായിട്ടുള്ള വശ്യതയും പ്രഭാവവുമാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി തോൽക്കാൻ കാരണമെന്ന് സിരി സാഹിബ്, KM മൗലവി തുടങ്ങിയ നേതാക്കന്മാർ മനസ്സിലാക്കുകയും ഈ മനുഷ്യൻ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ അമരത്തേക്ക് വന്നാൽ ഇതൊരു ശക്തിയാവില്ലേ എന്ന അവരുടെ നിരീക്ഷണമാണ് പിൽക്കാലത്ത് മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്തേക്ക് ഖൈദുൽ ഖൗം അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ കടന്നു വരാൻ കാരണമായത്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഉത്തരേന്ത്യയിൽ ഒരിടത്തും ലഭ്യമല്ലാതിരുന്ന അനുഗ്രഹീതരായിട്ടുള്ള നേതാക്കന്മാർക്ക് കീഴിൽ മലബാറിലെ മുസ്ലിം ലീഗ് ശക്തിപ്പെട്ടു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് കോഴിക്കോട്ട് മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രൗഢമായ സമ്മേളനം നടക്കുന്നതും പിന്നീട് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് വേണ്ടി അതിവേഗം മുന്നോട്ട് പോകുന്ന സാഹചര്യവും ഉണ്ടായത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം സർവേന്ത്യാ മുസ്ലിം ലീഗ് അതിന്റെ സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങി. അക്കാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സെൻട്രൽ അസംബ്ലികളിലേക്കും ലെജിസ്ലേറ്റീവ് കൌൺസിലുകളിലേക്കും പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും എന്നർത്ഥം മത്സരിക്കാൻ സംവരണ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കോൺഗ്രസ് ഗവൺമെന്റ് ആദ്യം വേണ്ടെന്ന് വെച്ചത് മുസ്ലിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇനി റിസർവേഷൻ വേണ്ട എന്നാണ്. അവിടുന്ന് ഇങ്ങോട്ട് പട്ടികജാതിക്കാർക്ക് മാത്രമാണ് റിസർവേഷൻ. ഇത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം മുസ്ലിം രാഷ്ട്രീയത്തിന്റെ തുടർച്ചയുടെ രൂപമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് യഥാർത്ഥത്തിൽ വലിയ വെല്ലുവിളിയാവുകയാണ് ഉണ്ടായത്. ജനാധിപത്യം തന്നെ സഹജമായ നിരവധി വിലങ്ങുകൾ തീർക്കുന്നുണ്ട്. അതോടൊപ്പം സംവരണ നിഷേധം കൂടിയായപ്പോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഗണനീയമായ സ്വാധീനം ഉറപ്പിക്കാൻ മുസ്ലിം ലീഗിന് കഴിയാത്ത വെല്ലുവിളി ഉണ്ടായി.
എന്താണെങ്കിലും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള പാർലമെന്റിലും നിയമസഭകളിലും മുസ്ലിങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ഉണ്ടാവാൻ കാരണം ഈ സംവരണത്തിന്റെ ആനുകൂല്യമാണ്. 1946 സ്വാതന്ത്ര്യത്തിന്റെ തലേ വർഷം മദ്രാസ് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 29 സ്ഥാനാർത്ഥികളും ജയിക്കണം. കായികമില്ലത്താണ് അവരുടെ നേതാവ്. സിരി സാഹിബ് ജയിച്ചത് മലപ്പുറം മണ്ഡലത്തിൽ നിന്നാണ്. പ്രതിപക്ഷ നേതാവായി മദ്രാസ് നിയമസഭയിൽ ഇസ്മായിൽ സാഹിബ് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയുടെ ഭരണഘടനയുണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ട കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ പലരും പാകിസ്ഥാനിലേക്ക് പോയി. പാകിസ്ഥാനിലേക്ക് പോയതിനു ശേഷം അവശേഷിച്ച കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗങ്ങളായ ഒരു ഡസനിലേറെ മുസ്ലിം നേതാക്കന്മാരുണ്ടായിരുന്നു. ഒരു മഹാനായ ഖൈരമില്ലത്തും പോക്കർ സാഹിബും മെഹബൂബ് അലി ബേഗും KTM മുഹമ്മദ് ഇബ്രാഹിം സാഹിബും അങ്ങനെ ഒട്ടേറെ പ്രഗത്ഭന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു. ആ നേതാക്കന്മാരാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പുനഃസംഘാടനം ആവശ്യമില്ലേ എന്ന ചിന്തയുമായിട്ട് മുന്നോട്ട് വന്നത്. ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ ആ കാലത്ത് ഖൈരമില്ലത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ കാലിടറാതെ കൂടെ നിന്ന നേതാക്കളിൽ പ്രമുഖൻ മഹാനായ മദ്രാസ് നിയമസഭയിൽ അദ്ദേഹം അംഗമായിരിക്കെയാണ് ഫാറൂഖ് കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുത്തത്. ഒരു ദിവസം നിയമസഭ കഴിഞ്ഞ് പത്രം വായിക്കുമ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാലയായ മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ എയ്ഡഡ് കോളേജ് അനുവദിക്കാൻ അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പ് കണ്ടത്. ഉടനെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസിലേക്ക് ഓടുകയാണ് സിരി സാഹിബ്. അവിടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള അബ്ദുൾ സുറൂർ സാഹിബിനെ കണ്ടിട്ട് ഈ വാർത്ത ശരിയാണോ എന്ന് അന്വേഷിച്ചു. അന്ന് രാത്രി തന്നെ അബു സബാഹ് മൗലവിക്ക് കമ്പിയടിക്കുന്നു. കേരളത്തിലേക്ക് മഞ്ചേരിയിൽ വാടക കെട്ടിടത്തിൽ റഊദത്തുൽ ഉലൂം അറബിക് കോളേജ് നടത്തിയിരുന്ന അബു സബാഹ് മൗലവിക്ക് പുളിയാളത്ത് അബ്ദുള്ള ഹാജി കോഴിക്കോടിനടുത്ത ഫറോക്കിലെ കരിങ്കല്ലായി കുന്നിൽ ഏതാനും സ്ഥലം ദാനം ചെയ്തിരുന്നു അറബിക് കോളേജ് പണിയാൻ. അപ്പൊ അബു സബാഹ് മൗലവിയോട് സിരി സാഹിബ് പറയുന്നു, നമുക്കൊരു 1ാം ഗ്രേഡ് കോളേജ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അബു സബാഹ് മൗലവി ആ വിവരം കേട്ടയുടൻ മദ്രാസിലേക്ക് വണ്ടി കയറുന്നു. അവിടെ ഖൈരമില്ലത്തും അബു സബാഹ് മൗലവിയും സിരി സാഹിബും മദ്രാസിലെ മലബാറിലെ പൗരപ്രമുഖന്മാരും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ സബ് കമ്മിറ്റി വന്ന് സ്ഥലം പരിശോധിക്കുന്നു. അന്നത്തെ അണ്ണാ ലക്ഷ്മണസ്വാമി മുതലിയാർ, അന്നത്തെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, കോളേജ് അനുവദിക്കാൻ ധാരണയാകുന്നു. കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. മലബാർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കാറ് കോളേജിന്റെ പ്രിൻസിപ്പൽക്ക് യാത്ര ചെയ്യാൻ നൽകുന്നു. ഫാറൂഖ് കോളേജിനു വേണ്ടി നേരത്തെ ആലപ്പുഴയിൽ ഒരു കോളേജ് ഉണ്ടാക്കാൻ തിരുവിതാംകൂർ സർക്കാർ ദാനം ചെയ്ത ഭൂമി ഫാറൂഖ് കോളേജിന്റെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിയെടുക്കുന്നു. അങ്ങനെ ഫാറൂഖ് കോളേജ് യാഥാർത്ഥ്യമാകുന്നു. സിരി സാഹിബിന്റെ സ്വപ്നമായിരുന്നു തെന്നിന്ത്യയിലെ മിനി അലിഗർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫാറൂഖ് കോളേജ്. അതിനു മുമ്പ് തലശ്ശേരിയിലെ മുബാറക് ഹൈസ്കൂളും മലപ്പുറത്തെ ഇന്നത്തെ DD ഓഫീസ് നിലനിൽക്കുന്ന ബോയ്സ് ഗേൾസ് ഹൈസ്കൂളുകൾ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ കോംപ്ലക്സും തിരൂർ വട്ടത്തെ ഏറ്റവും പഴക്കം ചെന്ന ഗേൾസ് ഹൈസ്കൂളും എല്ലാം സിരി സാഹിബിന്റെ കരസ്പർശമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അങ്ങനെ സർ സയ്യിദ് കൊളുത്തിവെച്ച വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ ദീപശിഖയാണ് മഹാനായ KM സിരി സാഹിബ് കൈകളിലേന്തി ഒരു ജനതക്ക് പ്രത്യാശയുടെ വെട്ടം പരത്തി കടന്നുപോയത്. സിരി സാഹിബിന് സമാനം സിരി സാഹിബാണ്. അതുകൊണ്ടായിരിക്കാം CH വിശേഷിപ്പിച്ചത് മലയാളി മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ സർ സയ്യിദും അവരുടെ ജിന്നയും അവരുടെ മൗലാന മുഹമ്മദ് അലിയും അവരുടെ അല്ലാമ മുഹമ്മദ് ഇക്ബാലും എല്ലാം സിരി എന്ന 2 അക്ഷരത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. ആ സിരി സാഹിബ് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഹൃദ്രോഗ ബാധ, അനാരോഗ്യം കാരണം അദ്ദേഹം തലശ്ശേരിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് 1ാമത്തെ നിയമസഭയിൽ മത്സരിക്കാൻ സാധിച്ചില്ല. 60-ൽ മത്സരിച്ച് കേരളത്തിന്റെ സ്പീക്കറായിരിക്കെ ആകസ്മികമായിട്ട് വിടവാങ്ങുകയാണ്. ധന്യമായ സംഭവബഹുലമായിട്ടുള്ള ആ ജീവിതം പണിതിട്ട അടിത്തറയിലാണ് പിന്നീട് നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോയത്. ആ വിളക്കുമാടത്തിൽ നിന്ന് കൊളുത്തിയ വെളിച്ചമാണ് നമ്മൾ തലമുറകളായിട്ട് കൈമാറി പോകുന്നത്. ലോക ചരിത്രത്തിൽ ഒരിടത്തും ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ന്യൂനപക്ഷത്തിന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കെ സർഗാത്മക രാഷ്ട്രീയത്തിന്റെ സാധ്യതകൾ പരീക്ഷിച്ച ഒരു പ്രദേശമായിട്ട് കേരളം മാറി. ജനാധിപത്യത്തിന്റെ പരിമിതികൾ മറികടക്കാൻ സഹവർത്തിത്വത്തിന്റെ മാർഗം സ്വീകരിച്ചു. മുന്നണി രാഷ്ട്രീയത്തെ സൈദ്ധാന്തികമായിട്ട് ഉപയോഗപ്പെടുത്തി മുസ്ലിം ലീഗ്. അങ്ങനെ എല്ലാവരുടെയും വിശ്വാസ്യതയാണ് 72 കൊല്ലക്കാലത്തെ മുസ്ലിം ലീഗിന്റെ കൈമുതൽ. അതിന്റെ മഹാമനീഷികളായ നേതാക്കന്മാരാണ് അതിന്റെ മൂലധനം. നമുക്ക് മറ്റൊരു ഗ്രന്ഥം, മറ്റൊരു തത്വശാസ്ത്രം ഒന്നുമില്ല. മുസ്ലിം ലീഗിന്റെ ആശയപ്രപഞ്ചം എന്ന് പറയുന്നത് അതിന്റെ മഹാരഥന്മാരായ നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു മഹാനായ KM സിരി സാഹിബ്.
ആ ധന്യജീവിതത്തെക്കുറിച്ച് ചിതറിത്തെറിച്ച കുറേയേറെ ചിന്തകളാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അത് ഒരു സമസ്യ പോലെ പൂർത്തീകരിക്കാനും തുടർന്ന് പഠിക്കാനും നമുക്ക് കഴിയണം. അതിന് സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹരിതം റിയാദ് വാട്സപ്പ് ഗ്രൂപ്പ് ഏറ്റവും മൗലികമായിട്ടുള്ള ഈ സ്മരണക്ക് വേണ്ടി മുൻകൈയെടുത്തതിൽ ധാരാളം ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ കൂടി നിങ്ങൾ തയ്യാറാവണം. ഒരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്തോടുകൂടി ഇത് അവസാനിപ്പിക്കേണ്ടതല്ല. ഇത് സൂക്ഷിച്ചു വെക്കുകയും നമ്മുടെ ഒരുപാട് പ്രവർത്തകന്മാരിലേക്ക് കൈമാറുകയും വീണ്ടും വീണ്ടും ഇത് കേൾക്കുകയും ഇതിന്റെ തുടർച്ച നമ്മുടെ തന്നെ പ്രസിദ്ധീകരണ വിഭാഗങ്ങൾ പുറത്തിറക്കുന്ന പുസ്തകങ്ങൾ വായിച്ചു തീർത്ത് നമുക്ക് സിരി സാഹിബിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ വേണ്ടി കഴിയണം. TM സാവാൻകുട്ടി സാഹിബ് എഴുതിയ സിരി സാഹിബിന്റെ ജീവചരിത്രം, നേരത്തെ സൂചിപ്പിച്ച KM അൽത്താഫിന്റെ നവോത്ഥാന സംസ്കൃതിയുടെ സ്പീക്കർ സിരി സാഹിബ് എന്ന പുസ്തകം, റഹീമേച്ചേരിയുടെ ലേഖനങ്ങളിൽ പരാമർശിച്ച കാര്യങ്ങൾ, KP ഷംസുദ്ദീൻ തിരൂർക്കാട് ശേഖരിച്ച അപൂർവം സിരി സാഹിബിന്റെ ലേഖനങ്ങൾ, അതെല്ലാം വായിച്ച് KP കുഞ്ഞിമൂസ സാഹിബിന്റെ സിരി സാഹിബ് സ്മരണിക, അങ്ങനെ കുറേയേറെ പുസ്തകങ്ങൾ വായിച്ചു സിരി സാഹിബിനെ അടുത്തറിയാനും മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതലം വിസ്തൃതമാക്കാനും KMCC പ്രവർത്തകന്മാർ കാണിക്കുന്ന ആവേശം വളരെ വിലപ്പെട്ടതാണ്. അത് പ്രത്യുൽപ്പന്ന മതിത്വത്തിൽ കൂടി നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ